പാർട്ട് 5 മഹാവഗ്ഗ 45 മഗ്ഗ സംയുക്ത വഴിയെപ്പറ്റിയുള്ള സംയുക്തം. 1. അവിദ്യ. ഒരിക്കൽ ഭഗവാൻ ജേതവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, അകുശല ധർമ്മങ്ങളിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവിദ്യയാണ്. അകുശല ധർമ്മം എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത ധർമ്മങ്ങൾ, അതായത് രാഗദ്വേഷ മോഹങ്ങൾ കൂടിയിട്ടുള്ള ധർമ്മങ്ങൾ, പാപത്തിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിദ്യയാണ്. അതിന് തൊട്ടു പിന്നാലെ ഹിരിക, അതായത് ലജ്ജയില്ലായ്മ, അനൊത്തപ്പ, അതായത് തെറ്റ് ചെയ്യുന്നതിന് ഭയമില്ലായ്മ, ഇത് പിന്തുടരുന്നു. ബുദ്ധിസ്റ്റിൽ എപ്പോഴും ഹിരി എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗുണമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് തെറ്റ് ചെയ്യുന്നതിൽ നമ്മൾക്ക് എപ്പോഴും ലജ്ജ വേണം. രണ്ടാമത്തത് ഒത്തപ്പ എന്ന് പറയുന്നത് ഭയം, അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മത്തിന് ഫലം ലഭിക്കും, നമ്മൾ ശിക്ഷിക്കപ്പെടും, പ്രകൃതി നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ഭയം. ഈ ലജ്ജയും ഭയവും ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർവനാശവും സംഭവിക്കും. അതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം. ഏതൊരു വ്യക്തിയിൽ അവിദ്യ ഉണ്ടോ അപ്പോൾ മിഥ്യാദർശനം ഉണ്ടാകുന്നു. അപ്പോൾ തെറ്റായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തയുണ്ടാകുന്നു. തെറ്റായിട്ടുള്ള ചിന്തയുണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള വാണി ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള വാണി ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ആജീവിക ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള ആജീവിക ഉണ്ടാകുന്ന സമയത്ത് തെറ്റായിട്ടുള്ള വ്യായാമം ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള വ്യായാമത്തിൽ നിന്ന് തെറ്റായിട്ടുള്ള സതി ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള സതിയിൽ നിന്ന് തെറ്റായിട്ടുള്ള സമാധി ഉണ്ടാകുന്നു. അപ്പോൾ അവിദ്യ, അതായത് ഈ 4 ആര്യസത്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഭിക്ഷുക്കളെ, ശരിയായിട്ടുള്ള അറിവ്, അതാണ് എല്ലാ കുശലധർമ്മങ്ങളുടെയും മുൻഗാമി. അതിന് പിറകെ ഹിരി അല്ലെങ്കിൽ ലജ്ജ, ഒത്തപ്പ, തെറ്റ് ചെയ്യുന്നുള്ള ഭയം, ഇത് ഉണ്ടാകുന്നു. അങ്ങനെ ശരിയായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിക്ക് സമ്മാദിട്ടി ഉൽപ്പന്നമാകുന്നു. സമ്മാദിട്ടിയിൽ നിന്ന് സമ്മാ സങ്കല്പം ഉണ്ടാകുന്നു. സമ്മാ സങ്കല്പത്തിൽ നിന്ന് സമ്മാ വാണി ഉണ്ടാകുന്നു. സമ്മാ വാണിയിൽ നിന്ന് സമ്മാ കമ്മന്തോ ഉണ്ടാകുന്നു. സമ്മാ കമ്മാന്തത്തിൽ നിന്ന് സമ്മാ ആജീവിക ഉണ്ടാകുന്നു. സമ്മാ ആജീവികയിൽ നിന്ന് സമ്മാ വായാമോ ഉണ്ടാകുന്നു. സമ്മാ വായാമോ ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മാ സതി ഉണ്ടാകുന്നു. സമ്മാ സതിയിൽ നിന്ന് സമ്മാ സമാധി ഉണ്ടാകുന്നു. 2. ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ബ്രഹ്മചര്യത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് നല്ല മിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അല്ല ആനന്ദ, മുഴുവൻ ബ്രഹ്മചര്യവും അതിലാണ് നിർഭരമായിരിക്കുന്നത്, നല്ല കൂട്ടുകെട്ട്. ഒരു നല്ല മിത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആര്യ അഷ്ടാംഗിക മാർഗം ഉണ്ടാക്കും. ആനന്ദ, ആദ്യമായിട്ട് ഒരു ഭിക്ഷു സമ്മാദിട്ടി ഉണ്ടാകുന്നു. അത് വിവേകനിശ്ചിതം, വിരാഗനിശ്ചിതം, നിശ്ചിതം, വോസക പഠിപ്പന്നു, അതായത് അത് സെക്ലൂഷൻ, ഡിസ്പാഷൻ, സെസേഷൻ തുടങ്ങിയവയിൽ ആധാരിതമാണ്. സമ്മാദിട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മാ സങ്കല്പം ഉണ്ടാകുന്നു. പിന്നെ അതുമൂലം സമ്മാ വാച, സമ്മാ കമ്മന്ത, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നല്ല മിത്രമുള്ള ഒരു വ്യക്തി ആര്യ അഷ്ടാംഗിക മാർഗം പിന്തുടരുന്നത്. 7. ബന്ദേ, ഈ രാഗത്തിനെ നീക്കം ചെയ്യൽ, ദ്വേഷത്തിനെ നീക്കം ചെയ്യൽ, മോഹത്തിനെ നീക്കം ചെയ്യൽ, ഇത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്? ഭിക്ഷു, ഇത് നിബ്ബാണധാതുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാഗ ദ്വേഷ മോഹങ്ങളുടെ നാശം, അതുതന്നെയാണ് നിബ്ബാണം. 8. ശ്രാവതിയിൽ ഭഗവാൻ ഭിക്ഷുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് ആര്യ അഷ്ടാംഗിക മാർഗം പറഞ്ഞുതരാം. അതെന്താണ്? സമ്മാദിട്ടി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ഭിക്ഷുക്കളെ, എന്താണ് സമ്മാദിട്ടി? 4 ആര്യസത്യങ്ങൾ, അതുതന്നെയാണ് സമ്മാദിട്ടി. ദുഃഖം, ദുഃഖസമുദയം, ദുഃഖനിരോധം, ദുഃഖനിരോധഗാമി പടിപത. എന്താണ് സമ്മാ സങ്കല്പം? നിഷ്കാമ സങ്കല്പം, അവ്യാപാദ സങ്കല്പം, അവിഹിംസ സങ്കല്പം, ഇതാണ് സമ്മാ സങ്കല്പം. എന്താണ് സമ്മാ വാച? നുണ പറയാതിരിക്കുക, ഏഷ്ണി പറയാതിരിക്കുക, കടുവചനം പറയാതിരിക്കുക, വെറുതെ സംസാരിക്കാതിരിക്കുക, ഇതാണ് സമ്മാ വാച.
എന്താണ് സമ്മാ കമ്മന്തോ? ജീവികളെ കൊല്ലാതിരിക്കുക, നമ്മൾക്ക് തരാത്തത് എടുക്കാതിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക. ഇതാണ് സമ്മാ കമ്മന്തോ. എന്താണ് സമ്മാ ആജീവോ? ഒരു ആര്യശ്രാവകൻ തെറ്റായിട്ടുള്ള ജീവിത ഉപാധി അത് വിട്ടുകൊണ്ട് ശരിയായിട്ടുള്ള ജീവിത ഉപാധി തിരഞ്ഞെടുക്കുന്നു. അതായത് ജീവിക്കാനുള്ള നല്ല ഒരു ജോലി തിരഞ്ഞെടുക്കുന്നു. ഭിക്ഷു. എന്താണ് സമ്മാ വായാമോ? ഒരു ഭിക്ഷു അകുശല ധർമ്മങ്ങൾ ഉണരാതിരിക്കാൻ പരിശ്രമിക്കുന്നു, അതിന് ആഗ്രഹം ജനിപ്പിക്കുന്നു, അതിനുവേണ്ടി വീര്യം ഉണർത്തുന്നു, ചിത്തത്തെ അതിനായിട്ട് ശ്രമിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഉള്ളിൽ ഉണർന്നിട്ടുള്ള അകുശലധർമ്മങ്ങളെ വിടാൻ വേണ്ടി ആ വ്യക്തി പരിശ്രമിക്കുന്നു. ഉള്ളിൽ കുശലധർമ്മങ്ങൾ ഇല്ലെങ്കിൽ ആ കുശലധർമ്മങ്ങളെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. ഉള്ളിൽ കുശലധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അവയെ തുടരാൻ, അവയെ വർദ്ധിപ്പിക്കാൻ ആ വ്യക്തി പരിശ്രമിക്കുന്നു. എന്താണ് സമ്മാസതി? 4 സതിപട്ടാനം തന്നെയാണ് സമ്മാസതി. കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. എന്താണ് സമ്മാസമാധി? 4 ധ്യാനങ്ങൾ തന്നെയാണ് സമ്മാസമാധി. 11. ശ്രാവസ്തിയിൽ ഒരിക്കൽ ഭഗവാൻ ഭിക്ഷുക്കളോട് പറഞ്ഞു, ഞാൻ 15 ദിവസം ഒറ്റയ്ക്ക് സാധന ചെയ്യാൻ പോവുകയാണ്. ആരും എന്നെ കാണാൻ വരരുത്, ഭിക്ഷാനം കൊണ്ടുവരുന്ന ഭിക്ഷു ഒഴികെ. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞു. അതിനുശേഷം ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ആര്യ അഷ്ടാംഗിക മാർഗം. മിഥ്യാദൃഷ്ടി മൂലം നമ്മൾക്ക് ഒരു തരത്തിലുള്ള വേദന ഉണ്ടാകുന്നു, സമ്മാദിഷ്ടി മൂലവും നമുക്ക് ഒരു തരത്തിലുള്ള വേദനയുണ്ടാകുന്നു. അതായത് ആര്യ അഷ്ടാംഗിക മാർഗം അത് സമ്മ ആണെങ്കിലും മിഥ്യ ആണെങ്കിലും ആ ഓരോ തലത്തിലും മിഥ്യയാണെങ്കിലും സമ്മ ആണെങ്കിലും ഓരോ തരത്തിലുള്ള വേദന ഉണ്ടാകുന്നു. 19. ആനന്ദനോട് ഒരു ഭിക്ഷു ചോദിച്ചു, എന്താണ് ഈ ഹോളി ലൈഫ്, അതായത് ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത്? അപ്പോൾ ആനന്ദൻ പറഞ്ഞു, ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ് ബ്രഹ്മചര്യ ജീവിതം. 21. മിഥ്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ് തെറ്റായിട്ടുള്ള വഴി, സമ്മ അഷ്ടാംഗിക മാർഗം തന്നെയാണ് ശരിയായിട്ടുള്ള വഴി. സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് സൂത്രങ്ങൾ വിട്ടിട്ടുണ്ട്. 29. ഭിക്ഷുക്കളെ 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖവേദന, ദുഃഖവേദന, അദുഃഖ അസുഖ വേദന. ഈ ആര്യ അഷ്ടാംഗിക മാർഗം പരിശീലിക്കുന്നത് ഈ 3 തരത്തിലുള്ള വേദനകളെ അറിയാൻ വേണ്ടിയിട്ടാണ്. 31. അഭ്യാസം. ഭിക്ഷുക്കളെ, ഞാൻ തെറ്റായിട്ടുള്ള അഭ്യാസവും ശരിയായിട്ടുള്ള അഭ്യാസവും പറയാം. മിഥ്യാദൃഷ്ടി തുടങ്ങിയിട്ടുള്ള ആര്യ അഷ്ടാംഗിക മാർഗം മുഴുവൻ മിഥ്യ ആയിട്ടുള്ള പാത്താണെങ്കിൽ അത് തെറ്റായിട്ടുള്ള അഭ്യാസം. സമ്മാദിഷ്ടിയാണ് എങ്കിൽ അത് ശരിയായിട്ടുള്ള അഭ്യാസം. 35. എന്താണ് സന്യാസം എന്ന് പറയുന്നത്? ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത്. എന്താണ് സന്യാസത്തിൻ്റെ ഫലം? ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ. ഇത് തന്നെയാണ് സന്യാസത്തിൻ്റെ ഫലം. മിക്ക സൂത്രങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു നല്ല മിത്രമുണ്ടെങ്കിൽ നമുക്ക് ആര്യ അഷ്ടാംഗിക മാർഗവും പൂർത്തിയാക്കാൻ സാധിക്കും. 91. ഭിക്ഷുക്കളെ, എപ്രകാരം ഗംഗ കിഴക്കോട്ട് ഒഴുകുന്നുവോ അതേപോലെ തന്നെ ഈ ആര്യ അഷ്ടാംഗിക മാർഗം ചെയ്യുന്ന വ്യക്തി ആ വ്യക്തി നിർവ്വാണത്തിലേക്ക് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 139. ഭിക്ഷുക്കളെ, ഏതെല്ലാം കുശലധർമ്മങ്ങളുണ്ടോ അതെല്ലാം അപ്രമാദം അല്ലെങ്കിൽ ജാഗരൂകതയിലാണ് നിലനിൽക്കുന്നത്. ജാഗരൂകതയുള്ള വ്യക്തിക്ക് മാത്രമേ അഷ്ടാംഗിക മാർഗം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 155. ഭിക്ഷുക്കളെ, ആകാശത്തിൽ പലതരം കാറ്റുകൾ വീശുന്നുണ്ട്. അതേപോലെ തന്നെ ഏതൊരു ഭിക്ഷു ആര്യ അഷ്ടാംഗിക മാർഗം വർദ്ധിപ്പിക്കുന്നുവോ ആ വ്യക്തിക്ക് 4 സതിപഠാനം പൂർത്തിയാവുന്നു, 4 സമ്മപ്രധാനം, 4 ഇത്ഥിപാദം, 5 ഇന്ദ്രിയം, 5 ബലം, 7 ബോധ്യംഗം ഇവയെല്ലാം പൂർത്തിയാകുന്നു. ഭിക്ഷുക്കളെ, 5 നീവരണങ്ങൾ ഉണ്ട്. എന്താണത്? കാമച്ഛന്തം, വ്യാപാദം, ഉദ്ധച്ച കുക്കുച്ചം, ധീനമിഥ, വിചികിച്ച. ആര്യ അഷ്ടാംഗിക മാർഗം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ 5 നീവരണങ്ങളും ഇല്ലാതാകും. 5 ഉപാദാന സ്കന്ധങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? രൂപ ഉപാദാന സ്കന്ധം, വേദന ഉപാദാന സ്കന്ധം, സംജ്ഞ ഉപാദാന സ്കന്ധം, സംസ്കാര ഉപാദാന സ്കന്ധം, വിജ്ഞാന ഉപാദാന സ്കന്ധം. 179. ഭിക്ഷുക്കളെ, ഈ 5 താഴെയുള്ള സംയോജനങ്ങൾ ഉണ്ട്. സക്കായദിട്ടി, വിചികിച്ച, ശീലബദ്ധ പരാമംശം,
കാമച്ഛന്തം, വ്യാപാദം. ആര്യ അഷ്ടാംഗിക മാർഗം നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ 5 സംയോജനങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭിക്ഷുക്കളെ, ഈ 5 ഉയർന്ന സംയോജനങ്ങളുണ്ട്. രൂപരാഗ, അരൂപരാഗ, മാന, ഉദ്ധച്ച കുക്കുച്ച, അവിജ്ജ. ഇതാണ് 5 ഉയർന്ന തരത്തിലുള്ള സംയോജനങ്ങൾ. ആര്യ അഷ്ടാംഗിക മാർഗം നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ 5 സംയോജനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 46 ഭുജംഗ സംയുക്ത. 1. ശീലത്തിൽ ആശ്രിതനായിട്ടുള്ള ഒരു വ്യക്തി 7 ഭുജാംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ആ 7 ഭുജാംഗങ്ങൾ ഏതൊക്കെയാണ്? സതി, ധമ്മ വിജയ, വീര്യ, പീതി, പസദ്ധി, സമാധി, ഉപേക്ഷ. 2. ശരീരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് ഈ 5 നീവരണത്തിനും അതിൻ്റേതായിട്ടുള്ള ആഹാരമുണ്ട്. ഭിക്ഷുക്കളെ, എപ്രകാരം നമ്മുടെ ശരീരത്തിന് ആഹാരം കൊണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതേപോലെ തന്നെ ഈ 5 നീവരണങ്ങളും അവയുടെ നിലനിൽപ്പിന് ഈ ആഹാരങ്ങളെ ആശ്രയിക്കുന്നു. ഭിക്ഷുക്കളെ, കാമച്ഛന്തത്തിൻ്റെ ആഹാരം എന്താണ്? ശുഭനിമിത്തം. നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് അശ്രദ്ധമായിട്ട് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാമച്ഛന്തം ഉണർത്തുന്നതാണ്. അതായത് ശുഭനിമിത്തം എന്ന് പറയുമ്പോൾ ഭംഗിയുള്ള വസ്തുക്കൾ, അതാണ് അതിൻ്റെ അർത്ഥം. അതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും അശ്രദ്ധമായിട്ട് നോക്കുന്ന സമയത്ത് ഈ കാമച്ഛന്തം ഉണർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, അശ്രദ്ധമായിട്ട്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഉൽപാദമല്ലാത്ത വ്യാപാദം ഉണർന്നെഴുന്നേൽക്കുന്നത്? പടികാനിമിത്തം, അതായത് ദ്വേഷത്തിനുള്ള ഒരു നിമിത്തം. അത് കാരണമാണ് ഈ വ്യാപാദം ഉണർന്നെഴുന്നേൽക്കുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് അതിന് അശ്രദ്ധമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന സമയത്താണ് ഈ വ്യാപാദം കൂടുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഈ തീനമിത്തം ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, തൃപ്തിയില്ലായ്മ, ആലസ്യം, മടിയോടെ കിടന്നുറങ്ങൽ, ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങൽ, മനസ്സിൻ്റെ ആലസ്യം. വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഇതിന് നമ്മൾ അശ്രദ്ധമായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്താണ് ഇത് വർദ്ധിക്കുന്നത്. ഉദ്ധച്ച കുക്കുച്ചത്തിൻ്റെ കാരണം എന്താണ്? സ്ഥിരതയില്ലാത്ത മനസ്സ്, അതിന് വീണ്ടും വീണ്ടും അശ്രദ്ധമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക. ഭിക്ഷുക്കളെ, സംശയത്തിൻ്റെ, വിചികിത്സയുടെ കാരണം എന്താണ്? സംശയത്തിൻ്റെ കാരണമായിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും അശ്രദ്ധമായിട്ട് നോക്കുക. അതേപോലെ തന്നെ 7 ഭോജ്യംഗത്തിനും അതിൻ്റേതായിട്ടുള്ള ആഹാരമുണ്ട്. ആ ആഹാരം എന്ന് പറയുന്നത് ആ ഭോജ്യംഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധയോടുകൂടി നോക്കുക. കെയർഫുൾ അറ്റൻഷൻ, അതായത് യോനിസോ മനസികാര. അതാണ് ഈ 7 ഭോജ്യങ്ങളെയും വർദ്ധിപ്പിക്കാനുള്ള ഉപാധി. 3. ശീലം. ശീലം സമ്പന്നനായിട്ടുള്ള ഒരു ഭിക്ഷുവിനെ കാണുന്നത് വളരെ നല്ലതാണ്, ശ്രവിക്കുന്നത് വളരെ നല്ലതാണ്, അടുത്തു പോകുന്നത് വളരെ നല്ലതാണ്, ഓർക്കുന്നത് വളരെ നല്ലതാണ്, പ്രപഞ്ച നേടുന്നത് വളരെ നല്ലതാണ്. എന്തെന്നാൽ അത്തരം ഭിക്ഷുവിൽ നിന്ന് നമ്മൾ ധർമ്മം കേൾക്കുന്ന സമയത്ത് നമ്മൾ 2 തരത്തിൽ നമ്മൾ സ്വയം അഭ്യസിക്കാൻ തുടങ്ങുന്നു. ശരീരത്തിൽ നമ്മൾ പിൻവാങ്ങുന്നു, മനസ്സിൽ നമ്മൾ പിൻവാങ്ങുന്നു. അങ്ങനെ ശരീരത്തിലും മനസ്സിലും പിൻവാങ്ങി ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് ആ സമയത്ത് സതി സംഭോജ്യംഗം അവിടെ ഉണ്ട്. അങ്ങനെ സതിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആ ധർമ്മത്തെ അപഗ്രഥിച്ച് നോക്കുന്നു. അപ്പോൾ ധമ്മവിജയ ഭോജ്യാംഗം അവിടെ ഉണ്ട്. അങ്ങനെ അപഗ്രഥിച്ച് നോക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ വീര്യ ഭോജ്യാംഗം കൂടുന്നു. വീര്യത്തിൻ്റെ ഭോജ്യാംഗം കൂടുന്ന സമയത്ത് ആ വ്യക്തിയിൽ പ്രീതി ഉൽപ്പന്നമാകുന്നു. പീതി ഭോജ്യംഗം ഉൽപ്പന്നമാകുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരം പസമ്പതി, അതായത് പ്രസബ്ധി ഉണ്ടാകുന്നു. ശരീരത്തിൽ പ്രസബ്ധി ഉണ്ടാകുന്ന സമയത്ത് മനസ്സ് സന്തോഷവാൻ ആണ്. അപ്പോൾ മനസ്സിന് സമാധി ഉണ്ടാകുന്നു. അങ്ങനെ സമാധിഷ്ഠമായിട്ടുള്ള മനസ്സിനെ ഉപേക്ഷയോടുകൂടി ആ ഭിക്ഷു നോക്കുന്നു. അപ്പോൾ ഉപേക്ഷ സംഭോജ്യംഗം ആ ഭിക്ഷുവിൻ്റെ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഈ 7 ഭോജ്യംഗം വർദ്ധിപ്പിക്കുന്ന സമയത്ത് 7 തരത്തിലുള്ള ബെനിഫിറ്റ് ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ്. ഒന്നുകിൽ ആ വ്യക്തി അർഹന്തനാകും, അല്ലെങ്കിൽ അനാഗാമിയാകും. 4. ഒരു രാജാവിൻ്റെ മന്ത്രിക്ക് ധാരാളം വസ്ത്രങ്ങളുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെ
ഏത് സമയത്തും ഏത് വസ്ത്രം വേണമെങ്കിലും ആ വ്യക്തി ധരിക്കും. അതേപോലെ തന്നെ ആയുഷ്മാൻ സാരിപുത്തൻ ഭിക്ഷുക്കളോട് പറഞ്ഞു, ഞാൻ ഏത് സമയത്ത് ഏത് ഭോജ്യംഗത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതേ ഭോജ്യംഗത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. 6. കുണ്ടലീയ. കുണ്ടലീയ ഒരു സന്യാസിയാണ്. അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു, ബന്ദേ, എന്ത് വർദ്ധിപ്പിച്ചാലാണ് നമുക്ക് സത്യജ്ഞാനം അഥവാ മുക്തി ലഭിക്കുന്നത്? കുണ്ടലീയ, 7 ബോധ്യാംഗം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ലിബറേഷൻ ലഭിക്കുന്നു. ബന്ദേ, എന്ത് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് 7 ബോധ്യാംഗം വർദ്ധിപ്പിക്കുന്നത്? കുണ്ടലിനീയ, നമ്മൾ 4 സതിപഠാനം അഭ്യസിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 ബോധ്യംഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഗൗതമശാസ്ത്ര, എന്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് 4 സതിപഠാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? കുണ്ടലിനീയ, 3 തരത്തിലുള്ള ശീലം, അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സതിപഠാനത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഗൗതമശാസ്ത്ര, എന്ത് വർദ്ധിപ്പിച്ച കഴിഞ്ഞാലാണ് നമുക്ക് 3 തരത്തിലുള്ള ശീലങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? കുണ്ടലിനീയ, ഇന്ദ്രിയ സംവരം, ഇത് അഭ്യസിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള ശീലങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ട്രഡീഷനിൽ ശീലം പാലിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ശീലം പാലിക്കാനുള്ള വഴി എന്താണ് എന്ന് ആരും പറഞ്ഞു തരുന്നില്ല. ഇന്ദ്രിയ സംവരമാണ് അതിനുള്ള വഴി. കുണ്ടലിനീയ, എങ്ങനെയാണ് ഇന്ദ്രിയ സംവരം വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് 3 തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടാകുന്നത്? കുണ്ടലിനീയ, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു രൂപം കാണുന്ന സമയത്ത് ഒരു ഭിക്ഷു അതിനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിനാൽ ഉത്തേജിതനാവുന്നില്ല, അതിനായി രാഗം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സും ശരീരവും നേരെയാണ്. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു രൂപം കാണുന്ന സമയത്ത് ആ വ്യക്തി അതിനെ വെറുക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കുന്നില്ല, അതിനോട് ദ്വേഷം പുലർത്തുന്നില്ല. ആ വ്യക്തിയുടെ ശരീരവും മനസ്സും നേരെയാണ്, ഉള്ളിൽ പരിപൂർണമായിട്ട് വിമുക്തമാണ്. ഇതേപോലെ തന്നെ ബാക്കി 5 വെളിയിലുള്ള ആയതനങ്ങളെയും നമ്മൾ കാണണം. അതായത് ശബ്ദം കേൾക്കുന്ന സമയത്ത്, ഗന്ധം മണക്കുന്ന സമയത്ത്, അത് ഇഷ്ടമുള്ളതായാൽ നമ്മളതിൽ രാഗം ജനിപ്പിക്കരുത്, ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ദ്വേഷം ജനിപ്പിക്കരുത്. ഇങ്ങനെ 6 വെളിയിലുള്ള ആയതനങ്ങളിലും നമ്മൾ ഇപ്രകാരം അഭ്യസിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇന്ദ്രിയ സംവരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ വാണിയുടെ ശീലവും ശരീരത്തിൻ്റെ ശീലവും മനസ്സിൻ്റെ ശീലവും ശുദ്ധമാകും. ഈ 3 ശീലങ്ങളും ശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് സതിപഠാനം അഭ്യസിക്കാൻ സാധിക്കുകയുള്ളൂ. സതിപഠാനം അഭ്യസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 7 ബോധ്യംഗം അഭ്യസിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വഴി. കുണ്ടലിനീയ, എങ്ങനെയാണ് ഈ 3 തരത്തിലുള്ള നല്ല ശീലങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് 4 സതിപഠാനങ്ങൾ ഉണ്ടാകുന്നത്? കുണ്ടലിനീയ, ശരീരം കൊണ്ടുള്ള ദുശീലം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷു ശരീരം കൊണ്ടുള്ള സുശീലം വർദ്ധിപ്പിക്കുന്നു. വാണി കൊണ്ടുള്ള ദുശീലം ഉപേക്ഷിച്ച് വാണി കൊണ്ടുള്ള നല്ല ശീലം ആ വ്യക്തി വർദ്ധിപ്പിക്കുന്നു. മനസ്സുകൊണ്ടുള്ള ദുശീലം ഉപേക്ഷിച്ച് മനസ്സുകൊണ്ടുള്ള നല്ല ശീലം ആ വ്യക്തി വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് 4 സതിപഠാനം പൂർത്തിയാകുന്നത്. കുണ്ടലിനീയ, ഒരു ഭിക്ഷു കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന, ഇത് 4ഉം ചെയ്യുന്ന സമയത്ത് 7 ബോധ്യംഗങ്ങൾ ആ വ്യക്തിയുടെ വർദ്ധിക്കുന്നു. 24. അയോനീസോ മനസികാര, അതായത് കെയർലെസ് അറ്റൻഷൻ, വിവേകമില്ലാത്ത ശ്രദ്ധ. ഭിക്ഷുക്കളെ, നമ്മൾ വിവേകമില്ലാതെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഉൽപ്പാദമാകാത്ത കാമചന്തം ഉൽപ്പന്നമാകുന്നു, ഉൽപ്പന്നമായിട്ടുള്ള കാമചന്തം വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കെയർലെസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് വ്യാവാദം, ഉദ്ദച്ച കുക്കുച്ചം, ധീനമിഥ, വിചികിത്സ ഇവ ഉണ്ടാകുന്നു, ഉള്ളത് വർദ്ധിക്കുന്നു. ഇനി അതിന് വിപരീതമായിട്ട് യോനിസോ മനസികാര, കെയർഫുൾ അറ്റൻഷൻ. ഭിക്ഷു നമ്മൾ കെയർഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉൽപ്പന്നമാകാത്ത കാമചന്തം ഉൽപ്പന്നമാകുന്നില്ല, ഉൽപ്പന്നമായിട്ടുള്ള കാമചന്തം ഇല്ലാതാകുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള 4 നീവരണങ്ങളും ഇല്ലാതാകുന്നു. 31. ഭിക്ഷുക്കളെ, എന്തൊക്കെ കുശലമായിട്ടുള്ള ധർമ്മങ്ങളുണ്ടോ അതെല്ലാം അപ്രമാദം അല്ലെങ്കിൽ ജാഗ്രതയിലാണ് വർദ്ധിക്കുന്നത്. ജാഗ്രതയുള്ള വ്യക്തിക്ക് മാത്രമേ ഈ 7 ബോധ്യംഗങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. 32. ഏതെല്ലാം കുശലമായിട്ടുള്ള അവസ്ഥകളുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കുന്നത് യോനിസോ മനസികാര, അതായത് കെയർഫുൾ അറ്റൻഷനിലൂടെയാണ്.
അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 38 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് നമ്മൾ ധർമ്മം കേൾക്കുന്ന സമയത്ത് ഈ 5 നീവരണവും നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു ആര്യശ്രാവകൻ ധർമ്മത്തെ ശ്രവിക്കുന്ന സമയത്ത് മനസ്സിനെ പൂർണ്ണമായിട്ടും അതിൽ അർപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ 5 നീവരണങ്ങളും ആ ഭിക്ഷുവിൽ ഉണ്ടാകുന്നില്ല. അതുകൂടാതെ ആ സമയത്ത് 7 ഭോജ്യംഗവും ആ ഭിക്ഷുവിൽ വർദ്ധിക്കുന്നു. ഇത് ധർമ്മശ്രവണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. 40 ഭിക്ഷുക്കളെ, ഈ 5 നീവരണങ്ങൾ നമ്മളെ നിബ്ബാണത്തിൽ നിന്ന് അകലെ കൊണ്ടുപോകുന്നു. അതായത് കാമചന്തം, വ്യാപാദം, ഉദ്ദച്ച, കുക്കുച്ച, ധീനം, മിഥ്യ, വിചികിച്ച, ഈ 5 നീവരണങ്ങൾ നമ്മളെ നിർവ്വാണത്തിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഈ 7 ഭോജ്യംഗങ്ങൾ നമ്മളെ നിബ്ബാണത്തിൻ്റെക്ക് കൊണ്ടുപോകുന്നു. ഈ 7 ഭോജ്യംഗം പ്രയോഗിക്കേണ്ട ചില വിധങ്ങളുണ്ട്. സൂത്ര നമ്പർ 53. മനസ്സ് മടി കാണിക്കുന്ന സമയത്ത്, അതായത് മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പസദ്ധി, സമാധി, ഉപേക്ഷ ഇവ വർദ്ധിപ്പിക്കാൻ പാടില്ല. എന്തെന്നാൽ മനസ്സ് ആ സമയത്ത് വളരെ മന്ദമായിട്ട് ഇരിക്കുകയാണ്. ഉദാഹരണത്തിന് ഭിക്ഷു, നമ്മൾ ഒരു ചെറിയ തീയിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിൽ നനവുള്ള വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ അത് വർദ്ധിക്കില്ല. മനസ്സ് മന്ദമായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ ധമ്മവിജയ, വീര്യ, അതേപോലെ തന്നെ പീതി തുടങ്ങിയവ വർദ്ധിപ്പിക്കണം. എന്തെന്നാൽ ഈ സമയത്ത് മനസ്സ് മന്ദമാണ്. ഏതെങ്കിലും വ്യക്തി ഒരു ചെറിയ തീയെ വർദ്ധിപ്പിക്കണമെങ്കിൽ അതിൽ ഉണക്കപ്പുല്ലും ഉണക്ക വടികളും എല്ലാം ഇടും. അപ്പോൾ അത് വർദ്ധിക്കും. ഇനി നമ്മുടെ മനസ്സ് വളരെയധികം ഉത്തേജിതമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ആ സമയത്ത് നമ്മൾ ധമ്മവിജയ, വീര്യ ഓർ പീതി വർദ്ധിപ്പിക്കരുത്. നമ്മൾ ഒരു വലിയ തീയിനെ നമ്മൾ കെടുത്തണമെങ്കിൽ അതിൽ ഒരിക്കലും ഉണങ്ങിയ വസ്തുക്കൾ ഇടില്ല. ഇനി നമ്മുടെ മനസ്സ് ഒരുപാട് ഉത്തേജിതമാണെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ വർദ്ധിപ്പിക്കേണ്ടത് പസദ്ധി, സമാധി, ഉപേക്ഷ തുടങ്ങിയവയാണ്. എന്തെന്നാൽ മനസ്സ് ഉത്തേജിതമാണ്. ഒരു വലിയ തീയിനെ കെടുത്തണമെങ്കിൽ നമ്മൾ അതിൽ നനഞ്ഞ പുല്ലുകളും മറ്റും ഇടണം. 57 അസ്ഥികൂടത്തിൻ്റെ ധ്യാനം. അതായത് ഏതെങ്കിലും ഒരു ഭിക്ഷു ഈ 7 ഭോജ്യംഗങ്ങളോടുകൂടി അസ്ഥികൂടത്തിൻ്റെ ധ്യാനം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വളരെ വലിയ ഫലം ഉണ്ടാകും. അസ്ഥികൂടത്തിൻ്റെ ഈ തരത്തിലുള്ള ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അർഹന്തനാകും, അല്ലെങ്കിൽ അനാഗാമിയാവും. അതേപോലെ തന്നെ സെമിത്തേരിയിലെ ധ്യാനങ്ങൾ, അതായത് പുഴുവരിച്ച മൃതദേഹം, വീർത്തിരിക്കുന്ന മൃതദേഹം, അതേപോലെ തന്നെ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ ഇവയെല്ലാം തന്നെ ഭോജ്യംഗങ്ങളോടി നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അർഹന്തൻ അല്ലെങ്കിൽ അനാഗാമി ആകാവുന്നതാണ്. അതേപോലെ തന്നെ ആനാപാന അഭ്യാസം, അത് 7 ഭോജ്യംഗങ്ങളോടുകൂടി അഭ്യസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അർഹന്തൻ അല്ലെങ്കിൽ അനാഗാമി ആകാൻ സാധിക്കും. അതേപോലെ തന്നെ അശുഭ മെഡിറ്റേഷൻ, അത് 7 ഭോജ്യാംഗങ്ങളോടുകൂടി ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് അനാഗാമി അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. അതേപോലെ തന്നെ മരണാനുസതി, ആഹാരേ പടികൂല സന്യ ഇവയെല്ലാം നമ്മൾ ഭോജ്യംഗത്തോടുകൂടി അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് അനാഗാമി അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. അതേപോലെ തന്നെ അനിച്ഛസന്യ, ദുഃഖസന്യ, അനത്തസന്യ, വിരാഗസന്യ, നിരോധസന്യ ഇവയെല്ലാം നമ്മൾ ഭോജ്യംഗങ്ങളോടുകൂടി അഭ്യസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അർഹന്തൻ്റെ അല്ലെങ്കിൽ അനാഗാമിയുടെ ഫലം ലഭിക്കും. 3 ഭിക്ഷുക്കളെ, ആദ്യം നിങ്ങൾ ശീലം വർദ്ധിപ്പിക്കുക. ശീലം വർദ്ധിപ്പിച്ചതിന് ശേഷം 4 സതിപട്ടാനം ചെയ്യുക. 4 സതിപട്ടാനം ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് തീർച്ചയായിട്ടും അർഹന്തൻ അനാഗാമിയായിട്ട് മാറാൻ സാധിക്കും. അതേപോലെ തന്നെ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധ, വീര്യം, സതി, സമാധി, പ്രജ്ഞ, ഇതാണ് 5 ഇന്ദ്രിയങ്ങൾ. 26 ഭിക്ഷുക്കളെ, 6 ഇന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ശരീരം, മനസ്സ്. ഏതൊരു ആര്യശ്രാവകൻ ഈ 6 ഇന്ദ്രിയങ്ങളുടെയും ആസ്വാദനം, ഭയം എങ്ങനെ വെളിയിൽ വരാം എന്ന് അറിയുന്നുവോ ആ വ്യക്തി ഒരു ശ്രോതാപന്നനാണ്. അതേപോലെ തന്നെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു അർഹന്തനായിട്ട് തീരും. അതായത് 6 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രോതാപന്നോ സഗ്ദാഗാമിയോ അർഹന്തനോ ആയിട്ട് തീരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ 6 ഇന്ദ്രിയങ്ങളുടെയും ഉത്പത്തി, വിനാശം, ആസ്വാദനം, ഭയം, നിസ്സരണം
ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് സൂത്രങ്ങൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം റിപ്പീറ്റേഷനാണ്. ഈ മഹാവഗ്ഗത്തിൽ 37 ബോധിവക്കീയ ധമ്മങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കൂടുതൽ അറിയണമെങ്കിൽ ഈ മഹാവഗ്ഗം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.